ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിലെ മെഗാ ഇഫ്താർ മീൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്തിനിർഭരമായ ഈ റമദാൻ മാസത്തിൽ മാനത്തെ അമ്പിളി കണ്ട് നോമ്പ് നോറ്റ് തുടങ്ങിയ ഓരോ അബുദാബിക്കാർക്കും വിസിറ്റ് ചെയ്യാൻ ഈ റമദാൻ മാസത്തിലെ ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക്. ലേഡീസ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫുള്ളി കവേർഡായിട്ടുള്ള ഡ്രസ്സ് വേണം ഇടാൻ വേണ്ടിയിട്ട്. കൊറോണയ്ക്ക് മുന്നേ വരെ നമുക്ക് പള്ളിയിൽ നിന്ന് തന്നെ അബായാസ് തന്നിരുന്നു. ബട്ട് കൊറോണയ്ക്ക് ശേഷം നമ്മൾ തന്നെ ഓൺ ഡ്രസ്സ് കൊണ്ടുവരണം. ഈ റമദാന് 35,000 ഇഫ്താർ മീൽസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഫാമിലി ഏരിയ, ബാച്ചിലേഴ്സ് ഏരിയ എന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോമ്പ് തുറക്കാൻ സ്ഥലങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നോമ്പ് തുറയുടെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ചില സൺഡേയ്സിൽ നമ്മുടെ രാജാവിൻ്റെ കൂടെ ഇരുന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ ഭാഗ്യം ലഭിച്ചേക്കും. ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് അബുദാബി ബസ് സ്റ്റേഷനിൽ നിന്ന് 094 എന്ന നമ്പറുള്ള ബസ് ഓരോ 30 മിനിറ്റ്സിലും ഇങ്ങോട്ടേക്കുണ്ട്. മാത്രമല്ല MBZ ബസ് സ്റ്റേഷനിൽ നിന്നും ബസ്സസ് ഈ റംദാൻ മാസത്തിൽ ഇവിടേക്കുണ്ട്. ഇനി നമ്മൾ കാറിലാണ് വരുന്നതെങ്കിൽ 8,000-ലധികം വിസിറ്റേഴ്സ് ആൻഡ് വർഷിപ്പേഴ്സ് പാർക്കിംഗ് സ്പേസും, അതുപോലെ റമദാനിൽ സ്പെഷ്യലായിട്ട് 1,800 പാർക്കിംഗ് സ്പേസും ഗ്രാൻഡ് മോസ്ക് സ്ട്രീറ്റിൽ ഗേറ്റ് നമ്പർ 7 അടുത്തായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിവിടെ നോമ്പ് തുറക്കുന്നത് കാനൻ ഫയറിന് ശേഷമാണ്. UAE തന്നെ ചുരുക്കം ചില പള്ളികളിൽ മാത്രമാണ് കാനൻ ഫയറിന് ശേഷം നോമ്പ് തുറക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ UAEയുടെ പൈതൃകമായിട്ടുള്ള കാനൻ ഫയറിങ്ങും നമുക്ക് കാണാൻ പറ്റും. ഒരു 5:30 എത്തുകയാണെങ്കിൽ നമുക്കവിടെ കുറച്ച് നേരം വിസിറ്റ് ചെയ്തതിന് ശേഷം നോമ്പ് തുറക്കാനുള്ള സൗകര്യമുണ്ട്. മഗ്രിബ് ടൈമിൽ എല്ലാ ഗേറ്റ്സും ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങോട്ട് എത്തിച്ചേരാനും പറ്റും. ഇതാണ് UAEയുടെ പാരമ്പര്യമായ കാനൻ ഫയർ. ഇതുപോലെയാണ് മെഗാ ഇഫ്താർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാനൻ ഫയറിന് ശേഷം ബങ്ക് കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഗജൂറും വെള്ളവും കുടിച്ചുകൊണ്ട് നോമ്പ് തുറക്കാവുന്നതാണ്. ഈ ഒരു ബോക്സാണ് നമുക്കവിടെ ഇഫ്താർ മീലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഒരു ബോക്സ് ഫുള്ള് ഗജൂറും, ഒരു ബനാന, ആപ്പിള്, പിന്നെ ഒരു വെജിറ്റബിൾ കറിയും, ഒരു വെജിറ്റബിൾ സാലഡും, ഒരു പാക്കറ്റ് ജ്യൂസ്, ഒരു ബോട്ടിൽ വെള്ളം, പിന്നെ ഒരാൾക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള മന്തി, പിന്നെ ഒരു ബോട്ടിൽ ലബാൻ, ഇതെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഇഫ്താർ മീലിൻ്റെ പാക്കറ്റിൽ നമുക്കൊരു വെറ്റ് വൈപ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജാതിഭേദമന്യേ ഏത് മതക്കാർക്കും ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ റമദാൻ മാസത്തിൽ നിങ്ങൾ അബുദാബിയിലുണ്ട് എങ്കിൽ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ് ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക്. മാത്രമല്ല ഒരു പ്രാവശ്യമെങ്കിലും ഇവിടുത്തെ ഇഫ്താർ ഗ്രാൻഡ് മീൽസ് ട്രൈ ചെയ്യേണ്ടതാണ്. ഇത്രയധികം ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിലും ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും ഒരു കുറവില്ല. ഒരാൾക്ക് കഴിക്കാൻ മാക്സിമം ഫുഡ് തന്നെ ഇവർ കൊടുക്കുന്നുണ്ട്. ഇഫ്താർ മീൽ കഴിയുമ്പോഴത്തേനും പള്ളിയിലെ ഫുൾ ലൈറ്റിങ്സും ഓൺ ആയിട്ടുണ്ടായിരിക്കും. ഇത് കഴിഞ്ഞ് നമുക്ക് പള്ളിയുടെ അകത്ത് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ആർക്കിടെക്ചർ കൊണ്ടും ആകർഷണീയമായ അലങ്കാരപ്പണികൾ കൊണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മുസ്ലിം പള്ളി തന്നെയാണ് അബുദാബിയിലെ ഗ്രാൻഡ് മോസ്ക്. UAEയിലെത്തുന്നവർ ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് കൂടിയാണ് അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.